ഹലോ കൂട്ടുകാരെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും എല്ലാ വീഡിയോയും കൂടെ ഒത്തൊണക്കിയിട്ടൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കുഞ്ഞു വീഡിയോ എന്ന് പറയുമ്പോൾ ലേശം ലെങ്ത് കൂടുതലുണ്ട്. കാരണം നമ്മളെ ഉച്ചക്കലത്തതും വൈകുന്നേരത്തതും രാത്രികളത്തെ എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും വീഡിയോസ് കുറച്ച് ലെങ്ത് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ പരമാവധി എഡിറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങളിലേക്ക് എത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും എത്തിക്കാനും പറ്റൂല കേട്ടോ. ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഇതാ സാമ്പാറുണ്ട്, അതിൻ്റെ കൂടെ ലേശം ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുറേ ആയി ഉണക്ക ചെമ്മീൻ കൊണ്ടുവന്നിട്ട് അത് സാമ്പാർ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. സാമ്പാറിൻ്റെ വീഡിയോയിൽ മുന്നേ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ വേറെ സാമ്പാറിൻ്റെ വീഡിയോ ആയിട്ടൊന്നും എടുക്കാത്തത്. അതായത് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഇതാ സാമ്പാർ തിളക്കുന്നുണ്ട്. ലാസ്റ്റ് ഇതാ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അന്നേരം എൻ്റെ എല്ലാ വീഡിയോസിലും എൻ്റെ വോയിസ് കുറച്ച് സ്പീഡാകുന്നുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഒരു വീഡിയോ ഞാൻ ചെറുതാക്കി കഴിയുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാകുമ്പോഴാണ് ഓടിച്ചിട്ട് പറയുന്നത് കേട്ടോ. അതായത് ഇന്നിപ്പോൾ വീഡിയോ ലേശം ലെങ്താക്കിയിരുന്ന പതുക്കനെയാണ് കേട്ടോ പറയുന്നത്. അതായത് സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ റെഡിയായി. നമ്മൾ ചെമ്മീൻ ഇതാ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ വറുത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് തണിയാൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തേങ്ങ ചിരകാനിരുന്നത്. തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ട് നോക്കുമ്പോൾ ഒരു ശരിയില്ലാത്തൊരു തേങ്ങ, ഒരു ചള്ള് പോലെ ഇരിക്കുന്നു കേട്ടോ തേങ്ങ. അതെങ്ങനെ നോക്കിയിട്ടും ചിരകിയിട്ട് തേങ്ങ കുറച്ചുള്ള പോലെ, പക്ഷെ തിന്നാൻ നല്ല ടേസ്റ്റ് കേട്ടോ. തേങ്ങ പച്ചയ്ക്ക് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അതെനിക്ക് പണ്ടോട്ടേ ഉള്ളൊരു സ്വഭാവമാണ്. ഈ തേങ്ങ ചിരകുമ്പോഴേ ചെറിയ മക്കൾ തിന്നുമ്പോൾ ലേശം തിന്ന് നോക്കൂ കേട്ടോ. പോയി കിട്ടണം. നേരെ കുഞ്ഞാപ്പു എൻ്റെ മടിയിലിരിക്കുന്നുണ്ട് കേട്ടോ. നേരെ രാത്രി ഒരു 10 മണിയായിട്ടുണ്ട് ഞാൻ വോയിസ് ഇടുമ്പം. നേരെ കുഞ്ഞാപ്പൂവിന് ഉറക്കം വരുന്നുണ്ട്. പണികളൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇത് വൈകുന്നേരം രാത്രി എടുത്ത വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ അത് എഡിറ്റ് ചെയ്യാൻ എങ്ങനെ നോക്കിയിട്ട് ഭക്ഷണം കഴിച്ച് പാത്രമെല്ലാം കഴുകി എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞ് എഡിറ്റ് ചെയ്യൽ ഭയങ്കര റിസ്ക് ആയിപ്പോയി കേട്ടോ. ഞാൻ ഈ വൈകുന്നേരത്തെ ഈവനിങ് വ്ലോഗ് മാത്രമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചൊരു വീഡിയോസ് എടുത്ത് നോക്കും. വീഡിയോസ് എടുത്തതിൽ കുറേ പ്രശ്നങ്ങൾ. ഞാൻ വോയിസൊക്കെ ഇടാണ്ട് സാധാ നമ്മൾ വർത്തമാനം പറയുമ്പോൾ തന്നെ കേട്ടോ വീഡിയോസ് എടുക്കാൻ പറഞ്ഞ കുട്ടികളെടുത്തപ്പോൾ അതിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് അപാകതകൾ സംഭവിച്ചു പോയി. അന്നേരം പിന്നെ ഞാൻ എന്തായാലും മൊത്തത്തിലാക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് തന്നെ വീഡിയോസ് ഇടാണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അതിൽ ചെമ്മീൻ ചമ്മന്തിക്ക് തേങ്ങ, പച്ചമുളക്, കാന്താരി മുളകാണ് ബെസ്റ്റ്. കാന്താരി മുളക് ഇല്ലാത്തതുകൊണ്ട് തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് തന്നെ സവാളേൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. തേങ്ങയും ഉപ്പും ഇതൊക്കെ കൂടി ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. ഞാൻ ആദ്യം ചെമ്മീൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് തേങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടെ ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ബാക്കിയുള്ള തേങ്ങകളും കൂടെ ഇട്ട് അരച്ചെടുക്കുന്നത്. ചെമ്മീനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉപ്പൊന്നും അത്രയൊന്നുമില്ല കേട്ടോ. നമുക്ക് ചമ്മന്തിക്കുള്ള ഉപ്പൊന്നുമില്ല. അന്നേരം എങ്ങനെ പോയി ലേശം ഉപ്പ് വേണം. അന്നേരം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ലാസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരകല്ലിലൊക്കെ ഇങ്ങനെ അരച്ചെടുത്ത് കാന്താരി മുളകെല്ലാം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതിപ്പോൾ തേങ്ങ കൂട്ടണം എന്നില്ല, തേങ്ങ ഇല്ലാണ്ട് തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടെ വെച്ചിട്ട് അരച്ചെടുത്താൽ തന്നെ ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരത്തെ വീഡിയോ കേട്ടോ. ഇതിൽ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് എടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് ഈവനിങ് വ്ലോഗായിട്ട് മാത്രം എടുക്കാൻ നിന്നാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഉച്ചക്കത്തെ ചോറ് തീറ്റ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. അത് മാത്രമാണ് രാവിലത്തെ. പിന്നെ രാവിലത്തെ പണികൾ എടുത്തിട്ടില്ല, ഉച്ചക്കത്തേനെ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ എന്താ ചായ എല്ലാം തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസ് എടുക്കാനുണ്ട്, അതൊന്നും എടുത്തിട്ടില്ല. ഫുഡിൻ്റെ വീഡിയോസ് മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇന്ന് ഞങ്ങൾ രാവിലത്തെ ഉച്ചക്കലത്തെയും വൈകുന്നേരത്തെയും രാത്രിക്കലത്തെയും ഫുഡ് വീഡിയോസ് മാത്രമേ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വേറെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അന്നേരം കുഞ്ഞാപ്പൂത ഉറക്കെല്ലാം കഴിഞ്ഞ് എണീറ്റ് ചായ കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഉച്ചൻ്റെ ശേഷമെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴയുണ്ടായിരുന്നു. രാവിലത്തെ ഒരു ചാറിയ കാലാവസ്ഥയായിരുന്നു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തു കേട്ടോ. പിന്നെ ഈ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ എല്ലാ ആഴ്ച ഒരു കുട്ടി ഇങ്ങനെ നെയ്യപ്പം കൊണ്ട് വരും കേട്ടോ. +1 +2 പഠിക്കുന്ന ഒരു മോനാണേ. പക്ഷേ അവൻ എല്ലാ ആഴ്ചയും വരുമ്പോൾ നമുക്ക് മേടിക്കൽ നടക്കുന്നില്ല കേട്ടോ. ഒന്നിൽ ഷാൻ ഇവിടെ ഉണ്ടാവില്ല, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. 50 രൂപയേ ഉള്ളൂ. ചിലപ്പോൾ നമ്മളടുത്ത് 50 രൂപ എടുക്കാൻ പറ്റാത്ത ചില സമയങ്ങളുണ്ടാവുള്ളൂ. അങ്ങനത്തെ സമയങ്ങളായിരിക്കും മിക്കവാറും ആ കുട്ടി വരിക. ശരിക്കും ഇങ്ങനെയൊക്കെ ആൾക്കാർ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അവരുടെ എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. എന്താ വെച്ചാൽ അവരിങ്ങനെ വീട് വിടാന്തരം കൊണ്ടുവന്ന് ആ മോൻ കൊണ്ടുവന്ന് വിൽക്കണമെങ്കിൽ അവർക്ക് വീട്ടിൽ അത്രയും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. അതുകൊണ്ടായിരിക്കില്ല ആ മോൻ ഇങ്ങനെ നടന്ന് വിൽക്കുന്നത്. എനിക്ക് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ മേടിക്കും കേട്ടോ. എങ്ങനെയാണെങ്കിൽ ഞാൻ മേടിക്കും. ഇങ്ങനെയാണെങ്കിൽ അതുപോലെ ഈ കോളേജ് കുട്ടികൾ വരും കേട്ടോ. ഇങ്ങനെ അവർ ഈ മാനേജ്മെൻറ്റിങ് എന്താ പറയുക, ഈ കുറേ സാധനങ്ങൾ കൊണ്ടല്ലേ എന്തെന്ന് ഈ കോളേജിൽ പഠിച്ചിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേച്ചി സ്കൂളിൽ നിന്ന് വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കുട്ടികൾ വരും കേട്ടോ. അന്നേരം അവരുടെ അടുത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ മേടിക്കും. കാരണം അവർക്ക് മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇതൊക്കെ വിറ്റാല ചേച്ചി എന്നെല്ലാം പറയുമ്പോൾ പാവം തോന്നും കേട്ടോ. അന്നേരം ഞാൻ മേടിക്കും. അന്നേരം എന്നിങ്ങനെ ഷാണ്ട ചീത്ത അറിയിട്ടോ. വേണ്ടാണ്ട് എന്തെങ്കിലും എല്ലാം വാങ്ങി വെച്ചാൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടു കേട്ടോ. അന്നേരം നെയ്യപ്പം 6 നെയ്യപ്പം ഉണ്ട് കേട്ടോ. 50 ഉറുപ്പ്യക്ക് 6 നെയ്യപ്പം ഉണ്ട്. നല്ല വലിയ നെയ്യപ്പാണ്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റിലൊന്നും കുറവൊന്നുമില്ല. പക്ഷേ കുറച്ചൊരു ടെമ്പർ ഉണ്ട് എന്ന് മാത്രം. കടിക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് ചിലത് കേട്ടോ. ചിലത് കുഴപ്പമൊന്നുമില്ല. അന്നേരം എനിക്ക് മധുരമെല്ലാം തിന്നു കഴിഞ്ഞാൽ കുറച്ച് എരിവ് തിന്നിട്ടില്ല ഞങ്ങൾക്ക് ആർക്കും ഒരു ശരിയാവില്ല കേട്ടോ.
ഒരു കുഞ്ഞാപ്പൂടെ നല്ല പാട്ടെല്ലാം പാടുന്നുണ്ട്. പക്ഷേ അതെല്ലാം വീഡിയോയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വോയിസ് ഇടുന്നുണ്ട്, അതൊന്നും കേൾക്കാൻ പറ്റില്ല. അതായിട്ട് വെക്കുമ്പോൾ ഫുൾ വീഡിയോസ് വോയിസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ആക്കിയത്. എഡിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് മാത്രം എഡിറ്റ് ചെയ്തല്ലേ. ഞാൻ അങ്ങനെ തന്നെ ഇടുമായിരുന്നു, വീഡിയോ എഡിറ്റ് ചെയ്യാതെ അങ്ങനെയുള്ള ഞങ്ങൾ ഈവനിങ് വ്ളോഗായിട്ട് ഇടുമായിരുന്നു കേട്ടോ. അത് നെയ്യപ്പോൾ ഇതാ കട്ടൻ ചായയാണ് കേട്ടോ. കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കട്ടൻ ചായ ഒരു സാരോ കമൻറ്റിൽ ചോദിച്ചിരുന്നു, ഇത് കട്ടൻ ചായ തന്നെയാണോ കളറിനൊരു വ്യത്യാസമൊന്നും, കട്ടൻ ചായ തന്നെയാണ് കേട്ടോ. ആയിരുന്ന കട്ടൻ ചായ ഉണ്ട്, നെയ്യപ്പുണ്ട്, മിച്ചറുണ്ട്. അതായത് ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കണം. എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് ചായ കുടിക്കൽ ചില സമയം നടക്കലില്ല കേട്ടോ. ഷാൻ ഉണ്ടാവില്ല മിക്ക ദിവസവും, ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അന്നേരം ഞങ്ങളെ മാത്രം ചായ കുടിയാകുമ്പോൾ എങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു കൂട്ടും. ഇപ്പോൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് മേശപ്പുറത്ത് ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇരിക്കുമല്ലോ, അടുക്കളയിലിരിക്കും, അല്ലെങ്കിൽ നിലത്തിരിക്കും, അങ്ങനെയൊക്കെ ഇരിക്കും. ഞാനും കുട്ടികളും തന്നെയാണെങ്കിൽ അധികം ഞങ്ങൾ വെയിലാണെങ്കിൽ കോലായി തന്നെ ഇരിക്കുക. ചോറ് തിന്നാനാണെങ്കിലും ചായ കുടിക്കാനാണെങ്കിലും എല്ലാം ഞങ്ങൾ കോലായ്മല പോയി ഇരിക്കുക കേട്ടോ. അല്ല കുഞ്ഞാപ്പൂ ഇതങ്ങനെ ഓരോ പാട്ട് പാടുന്നുണ്ട്, ഓരോ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. നെയ്യപ്പത്തിന് നെല്ലപ്പം എന്നാണ് കേട്ടോ പറയുക. അല്ല കാക്കൻ്റെ നെല്ലപ്പാണ് എന്നാണ് 36 പറയുന്നത്. എന്താണ് ഈ കാക്കൻ്റെ നെയ്യപ്പം എന്ന് പറയാൻ കാരണം എന്തറിയോ? കാക്കേ കാക്കേ എന്നൊരു പാട്ടില്ലേ, ആ കാക്കപ്പാട്ടിലെ നെയ്യപ്പം നിങ്ങളുടെ കയ്യിൽ എനിക്ക് തരുമ്പോൾ നെയ്യപ്പം എന്നുള്ള മറ്റൊരു പാട്ടില്ലേ, ആ പാട്ട് 36 ഫുള്ളായിട്ട് പാടും കേട്ടോ. അതിലെ നെയ്യപ്പത്തിൻ്റെ കഥയാണ് പറയുന്നത്, കാക്കേൻ്റെ നെയ്യപ്പാണ് എന്നല്ല പറഞ്ഞത്. പക്ഷെ കുറച്ചാ തിന്നിട്ടുള്ളൂ കേട്ടോ കുഞ്ഞാപ്പൂ. അവൾക്ക് അങ്ങനത്തെ എണ്ണക്കടികളോടൊന്നും വലിയ താല്പര്യം. എണ്ണക്കടികൾ തിന്നുന്നത് ഉള്ളിവടയും തിന്നും, പരിപ്പോടയും തിന്നും, പഴംപൊരി അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല കേട്ടോ. പിന്നെ എനിക്ക് ഹോട്ടലത്തെ പഴംപൊരി അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്കും ഇഷ്ടമില്ല. ഞാൻ ആപ്പാടെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് എണ്ണക്കടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളത് പരിപ്പോടയും ഉള്ളിവടയും മാത്രമാണ് കേട്ടോ. എനിക്ക് ഹോട്ടലത്തെ എണ്ണക്കടീനോട് ഇഷ്ടമുള്ളത് വേറെ ഒന്നും എനിക്ക് എണ്ണക്കടികൾ ഇഷ്ടമില്ല. എന്നല്ലതാ ശ്യാമാട്ടൻ എല്ലാവരും ചോദിക്കും, ശ്യാമാട്ടൻ എവിടെ, ശ്യാമാട്ടൻ എവിടെ, ശ്യാമാട്ടനെ കാണിക്കുന്നു. ഇപ്പോൾ ഇടക്കിടക്ക് വീഡിയോസ് നമ്മൾ അറിയാണ്ടല്ലോ ശ്യാമാട്ടനെ അങ്ങ് എടുക്കും കേട്ടോ. അല്ല ഇപ്പോൾ അങ്ങനെ ഒന്നും പറയുന്നില്ല. ആദ്യമെല്ലാണെങ്കിൽ ചീത്ത അറിയിട്ടോ, വീഡിയോസിൻ്റെ മുന്നിൽ വരുവേ ഇല്ല. എന്നാൽ ഇപ്പം ഞങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെയൊന്നും ചീത്ത അറിയുന്നില്ല കേട്ടോ. കുറേ സമാധാനമുണ്ട് ചീത്തക്ക്. ഞങ്ങളെല്ലാവരും ഒന്ന് ഇനി ചായ എല്ലാം കുടിക്കണം. കുഞ്ഞാപ്പൂ ഉണ്ട് നെയ്യപ്പത്തിന് എടുത്തിട്ട് ഒരു വഴി അടിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ടോ. കുറച്ച് മിച്ചർ തിന്ന് പിന്നെ അങ്ങനെ ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് ഓള കളിയല്ലേ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചോറ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ അരി കുറച്ച് ഇട്ടിട്ടുള്ളൂ, അധികം അരി ഇട്ടിട്ടില്ല. ചിലപ്പോൾ എല്ലാവരും ചോറുന്നു, ചിലപ്പോൾ കുറച്ച് ചോറുന്നു, അങ്ങനെയൊക്കെ ആക്കി കളിക്കും കേട്ടോ. അന്നേരം ഇന്നിപ്പോൾ എല്ലാവരും ഉച്ചക്ക് വയറ് നിറച്ച് തന്നെ ചോറ് തിന്നു കേട്ടോ. ചില സമയം ആർക്കും അങ്ങനെ വേണ്ടി വരില്ല. അന്നേരം ചോറെല്ലാം തീർന്നുകൊണ്ട് ഞാൻ വൈകുന്നേരം ലേശം ചോറ് വെക്കാന്ന് വെച്ചപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ചോറെല്ലാം തിന്നു. അന്നേരം ലേശം പച്ചരിയും കൊണ്ട് ഉപ്മാവ് പോലെ അങ്ങോട്ട് ആക്കാൻ വിചാരിച്ചിട്ടോ. നെയ്ച്ചോറിൻ്റെ അരി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നെയ്ച്ചോറ് തന്നെ വെക്കണം നിർബന്ധം. നെയ്ച്ചോറിൻ്റെ അരി കൊണ്ട് തന്നെ നെയ്ച്ചോറ് വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നെയ്ച്ചോറിൻ്റെ അതേ ടേസ്റ്റിൽ വെക്കാം. നെയ്ച്ചോറിൻ്റെ അരി എല്ലാം ഒരു നെയ്ച്ചോറിൻ്റെ സ്മെല്ലില്ലാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്. അതിന്നിപ്പോൾ ഒരു ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്യാരറ്റൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്യാരറ്റ് ബീൻസ് എല്ലാം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഇറച്ചിക്കറി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. അത് നെയ്യൊന്നും ഒഴിക്കുന്നില്ല, എനിക്ക് നെയ്യിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുഞ്ഞാപ്പ് വൈകുന്നേരം കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ലേശം മുത്താരി കുറുക്കിയിട്ടൊക്കെ കൊടുത്താണ്ട് അത് ലേശം കുടിച്ച് ലേശം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കിയിട്ട് കളിച്ചത്. ചക്കരയാണ് വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കളിക്കുന്നത്. ലേശം കുടിച്ചിട്ട് ബാക്കി അവിടെ കൊണ്ടുവച്ചിട്ടോ. ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരം ചായ ഒന്നും കുടിച്ചിട്ട് ഞാൻ അങ്ങനെ കൊടുക്കും. അതായത് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഉള്ളിയും ഗ്രാമ്പൂ പട്ട ഏലക്ക ഇതെല്ലാം കൂടെ ഒന്ന് ക്യാരറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഈ ക്ലാസ്സിന് ഒരു ഒന്നര ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അന്നേരം ഞാനൊരു 2.25 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് ആയിരുന്നു, വേവും വെള്ളമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. പക്കയായിട്ട് കിട്ടിയിട്ടുണ്ടായി. റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരിയാണ് കേട്ടോ. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുമ്പോൾ 2-3 കിലോ ചാട, ചിലപ്പോൾ 5 കിലോ ആയിട്ട് തരും. ചിലപ്പോൾ പച്ചരി ഇല്ലെങ്കിൽ കുറച്ചേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 5 കിലോ പച്ചരി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. അത് നമ്മൾ റേഷൻ അരിയിൽ നിന്ന് അത് കുറയ്ക്കും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് കിട്ടുക. അതായത് നമ്മൾ ഗോതമ്പ് മേടിക്കുന്നില്ലെങ്കിൽ ഗോതമ്പ് പൊടിയായിട്ട് തരും. അന്നേരം അങ്ങനെയൊക്കെയാണ് റേഷൻ കടയിൽ നമുക്ക് കിട്ടുക. ആയിരുന്നാ ഞാൻ പിന്നെ ഉപ്മാവിനുള്ളത് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് പച്ചരിയെല്ലാം കഴുകി അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ 7 മണിയെല്ലാം ആയിട്ടുണ്ടാവും, ഏകദേശം ഒരു 7 മണിയെല്ലാം ആകാനായിട്ടുണ്ട്. അതായത് ഞാൻ വേറെ കറി സാമ്പാറുള്ളതുകൊണ്ട് സാമ്പാർ ഇതിനത്ര വലിയ കോമ്പിനേഷൻ പോരാട്ടോ. അതുകൊണ്ട് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മുട്ട റോസ്റ്റിനുള്ള ഉള്ളിയും പച്ചമുളകെല്ലാം അവിടെ അരിയുന്ന നേരം കൊണ്ട് നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അന്നേരം അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരി ഒന്ന് കഴുകിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പെല്ലാം നമ്മൾ ആ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഉപ്പെല്ലാം പാകത്തിനാക്കിയിട്ട് അരിയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്കറിൽ ഒരു 3 വിസിലിട്ട്, എനിക്കൊരു 3 വിസിലടിച്ചപ്പോഴത്തേക്ക് നമ്മളെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ചോറ്. കറക്റ്റ് നെയ്ച്ചോറ് കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒരു മാറ്റമില്ല. നമ്മളിപ്പോൾ നെയ്ച്ചോറിൻ്റെ അരി തന്നെ വേണം നമുക്കില്ല കേട്ടോ. നമ്മൾ നെയ്ച്ചോറെല്ലാം തിന്നണമെന്ന് തോന്നി ഇങ്ങനെ തന്നെ ആക്കിയിട്ട് തിന്നും. അന്നേരം വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയൊന്നും ഇവിടെ അധികം ആയിരിക്കും ഇഷ്ടമില്ല. ഇങ്ങനെ കടിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് ഇഞ്ചിയൊന്നും കടിക്കുന്നത് തീരെ ഇഷ്ടമില്ല. ഞാൻ എപ്പോഴും ചതച്ചിട്ടൊക്കെ ഇടുക. ഇതിപ്പോൾ ചെറുതിലേശമല്ലേ വേണ്ടതെന്ന് ചോദിച്ചാൽ അതായിട്ട് ചതക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പാത്രം കഴുകാൻ മടിച്ചിട്ടാട്ടോ. ഒന്നാമത്തെ രാത്രിയാണ്, മഴയും പെയ്യുന്നുണ്ട്, തണുപ്പുണ്ട്, പുറത്തിറങ്ങാൻ കഴിയില്ല വിചാരിച്ചിട്ട്
ഞാൻ അങ്ങ് അരിഞ്ഞിടുക കേട്ടോ. അന്നേരം 2 സവാള എടുത്തിട്ടുള്ളൂ. നമുക്ക് അപ്പം തിന്നാൽ മാത്രമേ വേണ്ടുള്ളൂ, രാവിലത്തേക്കൊന്നും വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. അതിൽ ഒരു തക്കാളി എടുക്കുന്നുണ്ട്, 2 സവാളയും ഒരു പച്ചമുളകും ലേശം ഇഞ്ചിയും വെളുത്തുള്ളി. എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക, വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ കുറേ പേരുണ്ടാവും അറിയാത്തവരുണ്ടെങ്കിൽ പറയും ചേച്ചി അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ചെയ്യുന്നെല്ലാം പറയും. അന്നേരം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ചെയ്യല്ല, അതങ്ങ് പറഞ്ഞിട്ട് തന്നെ അങ്ങ് ചെയ്യാൻ വിചാരിച്ചിട്ടാട്ടോ. അത് നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് ചേച്ചിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചേച്ചി പ്രതീക്ഷിച്ചുകൊണ്ടാണ് കേട്ടോ ഓരോ തവണയും വീഡിയോ ഇടുന്നത്. എനിക്ക് എൻ്റെ ഈ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പുറത്ത് പോകുന്ന ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഉണ്ടാവുള്ളൂ. എനിക്ക് പുറത്ത് പോകുന്ന വീഡിയോസ് ഇടുന്നതിനേക്കാളും കൂടുതൽ വ്യൂ കിട്ടുന്നത് എനിക്കിങ്ങനെ എൻ്റെ വീട്ടിലത്തെ വീഡിയോസ് ഇടുമ്പോഴാണ് കേട്ടോ. അതെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ ചേച്ചി എപ്പോഴും നിങ്ങളെ ഞാൻ എന്തെന്നാ കാണിക്കേണ്ടത് വീട്ടിലുള്ള കാര്യങ്ങൾ, ഈ അടുക്കളത്തെ വിശേഷങ്ങളെല്ലാം എപ്പോഴും കാണിക്കുന്നത് ബോറടിക്കേണ്ട വെച്ചിട്ടാണ് ഇടയ്ക്കൊക്കെ പുറത്തുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീകൃഷ്ണേന്തിൻ്റെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ വീഡിയോസൊന്നുമില്ല. എന്നാലും അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകുന്ന വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. അന്നേരം നമ്മളെ ഉപ്മാവെല്ലാം 3 വിസിലടിച്ച് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം കടുക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ റോസ്റ്റും കൂടെ വേഗം ആക്കിയെടുത്ത് കഴിഞ്ഞാൽ ചൂടോടെ തന്നെ അങ്ങോട്ട് കഴിക്കും കേട്ടോ. എന്നും ഞങ്ങൾ 9 മണിയൊക്കെ ആവും കഴിക്കുമ്പോൾ, ഇന്നിപ്പോൾ നേരത്തെ തന്നെ കഴിക്കും. കാരണം ഇതൊക്കെ ചൂടോട് കൂടി കഴിച്ചാലാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. എന്തൊരു ഭക്ഷണമാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ചൂടോട് കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. അതായത് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളെ സവാളയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അന്നേരം നമ്മളൊരു ഭരത്ത് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, തമിഴ്നാട്ടിലുള്ള കേട്ടോ, ചെന്നൈയിലുള്ളതാണ്. അന്നേരം മൂപ്പര് പറയുന്നുണ്ടായിരുന്നു നമ്മളെ വീഡിയോസ് ഇങ്ങനെ പതുക്കനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ചേച്ചി, തമിഴാണ് നിങ്ങൾ മലയാളം പറയുന്നതെങ്കിൽ എനിക്ക് കുറേ എല്ലാം മനസ്സിലാണ്ട് ചേച്ചി കുറേ ഒന്ന് പതുക്കെ പറയണമെന്ന്. ആ പതുക്കെ പറയാത്തതിൻ്റെ കാരണമാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. എനിക്കിങ്ങനെ വീഡിയോസ് ലെങ്ത്ത് കുറവാണ്, ഈ സ്പീഡിൽ തന്നെ പറഞ്ഞു പോവുകയാണ്. അതായത് നമ്മളെ ചോറ് താണ്ട കറക്റ്റ് നെയ്ച്ചോറിൻ്റെ അതേ കണ്ടീഷനിൽ കേട്ടോ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു വെള്ളത്തിൻ്റെ ഒന്നിൻ്റെ ഒരു കൂടുതലോ കുറവായിട്ടോ ഒന്നും വന്നിട്ടില്ല. കറക്റ്റ് നെയ്ച്ചോറിൻ്റെ അതേ ലുക്കിൽ കിട്ടീന് കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ല, നെയ്യ് ഒഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വെളിച്ചെണ്ണ ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുനാരങ്ങ ഒന്നും വെച്ചില്ല, കണ്ട് ഒരു ഒട്ടിപ്പിടിക്കലൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട്. ഞാൻ തണുത്ത് പോകണമെന്ന് വെച്ചാൽ കുക്കർ തന്നെ അങ്ങോട്ട് മൂടിയൊക്കെ ഉണ്ട്. അതിൽ മുട്ട പൊളിക്കാൻ മാത്രം ഇൻട്രസ്റ്റ് ഉള്ള 2 മക്കളാണ് ഇത്. വേറെ ഒന്നിനും പറ്റൂലെങ്കിലും മുട്ട പൊളിക്കാൻ 2 ആൾ അങ്ങോട്ട് വരും. അതിനോട് 2നും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് അച്ഛനും മോളിലൂടെ ഭയങ്കര പരിപാടിയാണ്. നമ്മൾ ഉള്ളിയെല്ലാം വാടി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ വഴണ്ടി വന്ന് നന്നായിട്ട് വഴണ്ടെടുക്കണം. നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പരമാവധി നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ, എന്നാലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അന്നേരം കുറേ പറയുന്നുണ്ടായിരുന്നു. മുട്ട ഞാൻ പുഴുങ്ങി ഇവർ പൊളിച്ച് വെച്ചില്ല, അത് ഞാൻ മുറിച്ച് വെച്ചപ്പോഴത്തേക്ക് നമ്മളെ കുഞ്ഞാപ്പു വന്നിട്ട് ഓരോ പീസ് അങ്ങ് അടിച്ചുകൊണ്ട് പോയിട്ട്, കുഞ്ഞാപ്പൂന് രാവിലെ ഞാൻ ഒരു മുട്ട പുഴുങ്ങി കൊടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് മുട്ട അധികം കൊടുക്കാൻ എനിക്ക് പേടി. എന്താ വെച്ചാൽ അവൾ പിന്നെയും ചോദിക്കുന്നുണ്ട്, എനിക്ക് പേടിയാണ്. കാരണം രാവിലെ ഒരു മുട്ട അപ്പാടും കൊടുത്തു കൊടുക്കുക. അന്നേരം കുട്ടിയൊക്കെ പരമാവധി ഒരു മുട്ടയെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുഞ്ഞാപ്പൂന് ദഹന പ്രശ്നമുള്ളതുകൊണ്ട് ദഹിച്ചിട്ടാനൊക്കെ പാടാണ്. അന്നേരം കുറേ നേരമായി ഞാൻ എടുക്കൊന്നും ചെയ്യാണ്ട് അന്നേരം കൊഞ്ചിക്കൊണ്ട് വന്നാണ് കേട്ടോ. അമ്മ എടുക്കാണ്ട് ലേശേരം ഒന്ന് എടുത്ത് കൊഞ്ചിക്കുന്നതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കൊഞ്ചിച്ചില്ല ആൾക്ക് ഭയങ്കര വിഷമാണ്. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്ത് കൊഞ്ചിച്ചവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓളോളം പാട്ടിന് അങ്ങ് പോയിക്കോളും. അത് കുറേ നേരം എടുക്കാണ്ടായി കഴിയുമ്പോൾ അമ്മ ഒന്നും എടുക്കുമ്പോൾ ഒന്നെന്നെ എടുക്കുക വന്നിട്ട് വരും. അന്നേരം എനിക്ക് പാവം തോന്നും കുറച്ച് നേരം ഒന്ന് എടുക്കുക. എന്നാലും പാറ്റ പോലെ ഓളെ കൂടെ അങ്ങനെ സമയം അങ്ങ് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ ഓരോരോ പണിയും വീഡിയോസ് എടുക്കലും ഫോണിൽ നോക്കലും എല്ലാം കൂടി ആകുമ്പോൾ ആദ്യത്തെ അത്ര ഓളോടെ കളിക്കാനുള്ള സമയമില്ല. ഓൾക്കത് ശരിക്കും ഫീലിംഗ് ആകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഓളെ കൂടെ കുറേ നേരം ഇരിക്കാൻ. അച്ഛനുള്ളപ്പോൾ ഒക്കെ വലിയ കുഴപ്പമില്ല കേട്ടോ. അച്ഛൻ അങ്ങനെ കളിക്കുവോളെ കൂടെ കുറേ സമയമല്ല, 2 കൂടെ കുറേ നേരം കളിക്കും കേട്ടോ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ 2 കൂടെ അടിയായിട്ട് വരും. അന്നേരം ഓളെ എത്ര വള മേടിച്ചു കൊടുത്താലും എവിടെയെങ്കിലും പോകുമ്പോൾ ഒറ്റ വള ഉണ്ടാവില്ല കേട്ടോ കൈമിലിടാൻ. ഇതിപ്പോൾ ഇന്നലെ ഞാൻ ടൗണിൽ പോയില്ല, അന്നേരം 2 കറുത്ത വള മേടിച്ചു കൊടുത്താണ് കയ്യിലിടുക പറഞ്ഞിട്ട് എവിടെ കണ്ട അത് ഊരിയിട്ട് കളിക്കാൻ ഇങ്ങനെ കളിച്ച് ആ വള കാണാണ്ടാക്കും. എവിടെയെങ്കിലും പോകുമ്പോൾ വളയുടെ കുഞ്ഞപ്പോൾ വള കാണൂല. എത്ര വള മേടിച്ചു കൊടുത്താലും അതുപോലെ എൻ്റെ ചക്കരക്ക് തലയിൽ കുത്തുന്ന ടിക്കിട്ടോ എത്ര മേടിച്ചു കൊടുത്താലും കാണൂല. എത്ര പാത്രം ഇട്ടടച്ചൊക്കെ മേടിച്ചു കൊടുത്താലും അതിലൊന്നും ഇടൂല. തോന്നുന്ന സ്ഥലത്ത് ഊരി വെച്ചിട്ട് പോകട്ടോ. അതേ കളിയാണ് കേട്ടോ. മക്കളെ കാര്യമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അന്നേരം 2 കൂടെ വള ചൊട്ടി കളിക്കുകയാണ് കേട്ടോ. ഷാനാടെ ഫോണിൽ പാട്ടെല്ലാം വെച്ച് ഇതാക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഓളും പോയി കുറച്ച് നേരം അങ്ങനെ കളിച്ച് അച്ഛനും മോളും കൂടെ വാള എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊട്ടി കളിക്കുക. അതാണ്ട് ഇത് ബൂഫറിൽ ഇങ്ങനെ മൊബൈലിൽ കണക്റ്റ് ആക്കിയിട്ട് ബ്ലൂടൂത്ത് കണക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ പാട്ടൊക്കെ. ഇത് കുഞ്ഞാപ്പൂന് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ പാട്ട് വെച്ചിട്ട് അന്നേരം അതിന് വേണ്ടിയിട്ട് മേടിച്ചാണ് ഇത്. നമുക്ക് ടി വിയും ബൂഫർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. അതെല്ലാം പണ്ടത്തെ നമ്മളെ വെള്ളം കയറിയ വീട്ടിൽ അതെല്ലാം ഉണ്ടായിരുന്നു. വെള്ളം കയറിയിട്ടെല്ലാം നാശമായതിനു ശേഷം പിന്നെ നമ്മളത് വാങ്ങിയിട്ടില്ല. ടി വി ആ വെള്ളം കയറിയാൽ പോയതിനു ശേഷം പിന്നെ ടി വിയും വാങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. കുട്ടികൾ മൊബൈൽ ഉള്ളതുകൊണ്ട് നമ്മൾ മൊബൈലിൽ അങ്ങനെ പോകും.
ഇതിലങ്ങനെ ടി വിൻ്റെ ഒരു ആവശ്യം അങ്ങനെ വന്നു തോന്നില്ല. കുഞ്ഞാപ്പൊന്നും അങ്ങനെ ടി വി കണ്ടിട്ടേ ഇല്ല. ഒക്കെ അങ്ങനെ ടി വി എന്താ എന്നൊന്നും ഒക്കെ അങ്ങനെ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ലിനിക്കിലെല്ലാം കാണിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ടി വിയിൽ കാണുന്നല്ലാണ്ട് ഒക്കെ അറിയില്ല ടി വി എന്താണെന്നൊന്നും ഒക്കെ അറിഞ്ഞുകൂടാ കേട്ടോ. മുട്ട റെഡിയാണ്. മുട്ട റോസ്റ്റ് നല്ല ഉള്ളിയും തക്കാളിയെല്ലാം വാടി വന്ന് ഞാൻ മസാലപ്പൊടിയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയും ലേശം ചിക്കൻ മസാലയാണ് ഇട്ടിട്ടുള്ളൂ, വേറെ മസാലയൊന്നും ഇട്ടിട്ടില്ല. അതിലൊന്ന് മൂപ്പിച്ച് അതിനകത്തേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ നല്ലൊന്ന് കുറുകി വന്നപ്പോൾ അതിലേക്ക് നമ്മളെ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്ത് ഒന്ന് സിമ്മിലിട്ടിട്ട് 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുട്ട റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതും നമ്മളെ ചോറും കൂടെ തിന്നുമ്പില്ല, നല്ല നെയ്ച്ചോറ് ബിരിയാണി തിന്നും പോലെ ഉണ്ട് എന്ന് മക്കൾ പറഞ്ഞു. ഞാൻ നെയ്ച്ചോറും ബിരിയാണിയൊന്നും തിന്നലില്ല, എനിക്ക് നെയ്യിൻ്റെ മണം തീരെ ഇഷ്ടപ്പെടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നെയ്ച്ചോറോ ബിരിയാണി അങ്ങനത്തെ ഒരു സംഭവം ഞാൻ തിന്നലില്ല, എനിക്കിഷ്ടമില്ല. അതിൻ്റെ മണം അടിച്ച് എനിക്ക് ഓക്കാനും വരും കേട്ടോ. എനിക്ക് കുഞ്ഞാപ്പൂനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് മെയിനായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു ഉള്ളി വാട്ടുന്ന സംഭവമില്ല, അതിൻ്റെ മണല്ലേ അങ്ങ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് എവിടെയും ഞാൻ നിൽക്കില്ല, എനിക്ക് അമ്മാതിരി വൊമിറ്റിങ് വരും കേട്ടോ. സ്മെല്ല് എന്ന് പറഞ്ഞ സാധനം ഉള്ളി വാട്ടുന്ന സ്മെല്ല്, ഈ ചോറ് തിളക്കുന്ന സ്മെല്ല്, അതൊന്നും പറ്റൂലായിരുന്നു. അതെല്ലാവരും പറയുമായിരുന്നു ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്കൊരു ആൺകുട്ടി ആൺകുട്ടിയാണെന്ന്. അങ്ങനെ പറഞ്ഞ് ഞാൻ യൂട്യൂബിലെല്ലാം കുറേ സെർച്ച് ചെയ്തപ്പോൾ എല്ലാം എനിക്ക് ആൺകുട്ടിയാണെന്ന് എല്ലാവരും പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ആൺകുട്ടിയാണ് കേട്ടോ. എപ്പോഴും ഞാൻ പറയാം, നിങ്ങൾ യൂട്യൂബിൽ മാത്രം നിങ്ങൾ ഈ പ്രഗ്നൻസീൻ്റെ സംഭവം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അടിച്ചു നോക്കിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എനിക്ക് 3 ഡെലിവറിയിൽ 3 പിന്നെന്താ പറയുക 3 തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു. അന്നേരം ഓരോരുത്തരും പറയില്ല ഒരേപോലെ ആയിരിക്കും പെൺകുട്ടി, വെറുതെ ഉണ്ട് അത് പറയുന്നത്, വെറുതെ തട്ടിപ്പാണ്. എനിക്ക് 3 തരത്തിലുള്ള സ്വഭാവമായിരുന്നു. കുഞ്ഞാപ്പൂല് എല്ലാവരും പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആൺകുട്ടിയാണെന്നുള്ള എല്ലാ ഇതുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് നേരെ തിരിഞ്ഞിട്ടാണ് വന്നത്. എൻ്റെ മനസ്സിലും കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു, 2 പെൺകുട്ടികളല്ല ഒരു ആൺകുട്ടി വേണമെന്നുള്ള ആഗ്രഹമെല്ലാം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് സിസ്റ്റർ പറഞ്ഞു പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലൊരു ചെറിയ ശങ്കര വിഷമെല്ലാം തോന്നി. പിന്നെ അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ അതെല്ലാം അങ്ങ് മാറിപ്പോയിട്ട് ഒരു ആൺകുട്ടി ഇല്ലാത്ത വിഷമം ഞങ്ങൾക്ക് ഇപ്പം ഇല്ല കേട്ടോ. അപ്പോൾ 3 പെൺകുട്ടികളാണെങ്കിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ ബായ്. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ.